ഹലോ അലോക്കേഷ്യൻ്റെ ഒരു 9 ഡിഫറെൻറ്റ് വെറൈറ്റീസിൻ്റെ ഒരു കോംബോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. 9 ഡിഫറെൻറ്റ് വെറൈറ്റീസാണ്. അലോക്കേഷ്യ നമുക്കറിയാം ലീഫുകളാണ്, ഫ്ലവറിങ് പ്ലാന്റ് അല്ല. അതിൻ്റെ ലീഫ് തന്നെ മതി കേട്ടോ. നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ് ഒക്കെ മാറി നിൽക്കും. കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ഇത്. ഇച്ചിരിയുടെ മെച്ചുവേർഡായി കഴിയുമ്പോൾ നമ്മുടെ പോട്ട്സിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ അലോക്കേഷ്യ പ്ലാന്റ്സിനെ കാണാനായിട്ട്. എല്ലാത്തിൻ്റെയും ലീഫ് വേറെ വേറെയാണ് കേട്ടോ. ഇതൊക്കെ ഇച്ചിരി കൂടെ മെച്ചുവേർഡ് ആകുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഫസ്റ്റ് വരുന്നത് അലോക്കേഷ്യ സിൽവർ ഡ്രൈ അല്ലെങ്കിൽ അലോക്കേഷ്യ സിൽവർ ഡ്രാഗൺ എന്നൊക്കെ പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നനവ് വേണ്ട ഒരു ചെടിയാണ്. ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റിൽ വെക്കാൻ പാടില്ല. അടുത്തതാണ് അലോക്കേഷ്യ ജാക്ലിൻ എന്നൊക്കെ പറയപ്പെടുന്ന അലോക്കേഷ്യ സുലാവേസി, അലോക്കേഷ്യ തണ്ടുരസ എന്നൊക്കെ ഇതിന് പറയൂ കേട്ടോ. ഇതൊരു അടിപൊളി വെറൈറ്റിയാണ്. ആഴത്തിൽ നോമ്പുകൾ പോലെ, അതായത് അമ്പടയാളത്തിൻ്റെ ഒരു ആകൃതിയിലുള്ള ലീഫുകളാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടില്ലേ, ഏകദേശം ഒരു മാൻകൊമ്പിൻ്റെ പോലെ ആയിരിക്കും എന്നൊക്കെ പറയണേക്കാം ഇതിൻ്റെ ലീഫുകൾ ഇച്ചിരി കൂടെ വലുതാകുമ്പോൾ. പിന്നെ അതേപോലെ ഒരു ഡാർക്ക് വെയിൻ ഉണ്ടാവും ഈ ലീഫുകളുടെ നടുക്ക് കൂടെ. ഓവർ കെയറിങ്ങോ സൺലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റ് ഇതിൻ്റെ പേരാണ് അലോക്കേഷ്യ പോളി, അല്ലാന്നുണ്ടെങ്കിൽ അമസോണിക്ക പോളി എന്നൊക്കെ ഇതിന് പറയൂ കേട്ടോ ഈ പ്ലാന്റിനെ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്ലൈസിങ് ഉള്ള ലീഫുകളായിരിക്കും. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ഇലകളാണ് കേട്ടോ. വൈറ്റ് കളറിലുള്ളൊരു വെയിനും ഉണ്ടാവും ഇതിന്. ഓവർ വാട്ടറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് സൺലൈറ്റിൻ്റെയും ആവശ്യമില്ല. അടുത്തൊരു പ്ലാന്റ് വെറൈറ്റിയാണ് അലോക്കേഷ്യ കുപ്രിയ, അല്ലാന്നുണ്ടെങ്കിൽ അലോക്കേഷ്യ റെഡ് സീക്രട്ട് എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഇലയ്ക്കൊരു ഹാർട്ട് ഷേപ്പിലുള്ള ഷേപ്പാണ് വരുന്നത്. നല്ല ഡാർക്ക് ഗ്രീൻ കളറായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ലീഫിൻ്റെ അടിയിൽ കൂടിയൊക്കെ നല്ല ഡാർക്ക് ബ്രൗൺ കളറ് അല്ലെങ്കിൽ ഡാർക്ക് റെഡ് കളറിലുള്ള ഷെയ്ഡുകളൊക്കെ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇച്ചിരി ഡാർക്കായിട്ടുള്ള വെയിൻസും ഉണ്ടാവും കേട്ടോ. അതിന് നല്ല വലുപ്പം വെക്കുന്നൊരു പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ ഒരു ബ്ലാക്ക് വെൽവെറ്റ് എന്നൊക്കെയാണ് കേട്ടോ ഇത് മെയിനായിട്ട് അറിയപ്പെടുന്നത്. ഇത് നല്ല റൗണ്ട് ഷേപ്പിലായിരിക്കും ഇതിൻ്റെ ലീഫ് ഉണ്ടാവും. നല്ല വലുപ്പം വെക്കുന്നൊരു പ്ലാന്റാണ്. ഇച്ചിരി ഡാർക്ക് കളറിലായിരിക്കും ഇതിൻ്റെ ലീഫ് ഇച്ചിരി കൂടെ മെച്ചുവേർഡായി കഴിയുമ്പോൾ. അതായത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലെയൊക്കെ ആവും കേട്ടോ. ഓവർ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് ഇതിന് അടിക്കാൻ പാടില്ല. ഇതൊരു പ്ലാന്റ് വെറൈറ്റിയാണ് അലോക്കേഷ്യ ആമസോണിക്ക എന്നൊക്കെ അറിയപ്പെടും. അതേപോലെ തന്നെ ആനച്ചെവിയൻ എന്നൊക്കെ പറയൂ കേട്ടോ. കാരണം ഇതിൻ്റെ ലീഫ് നല്ല വലിപ്പം വെക്കുന്ന ഒരു ആനേൻ്റെ ചെവീൻ്റെ ഷേപ്പിലുള്ളൊരു ലീഫാണ് ഇതിൻ്റെ വരുന്നത്. അതായത് ഇതിന് നല്ല ഈർപ്പം ആവശ്യമുള്ളൊരു ചെടിയാണ് കേട്ടോ. കാരണം മഴക്കാടുകളുടെ ആവാസ വ്യവസ്ഥയെ അനുകരിക്കുന്ന ഒരു പ്ലാന്റാണിത്. പിന്നെ വെള്ളമൊക്കെ നിറച്ച് വെക്കാൻ പറ്റുന്ന പെബിൾ ട്രേ പോലത്തെ പോട്ട്സ് ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അടുത്ത വെറൈറ്റിയാണ് അലോക്കേഷ്യ ടൈനി ഡാൻസർ എന്നൊക്കെ പറയൂ കേട്ടോ. ഇതിൻ്റെ പേര്. ചെറിയ ഇലകളായിരിക്കും കേട്ടോ, തിളക്കമുള്ള നല്ല ഹാർട്ട് ഷേപ്പിലുള്ള ലീഫുകളാണ് ഇതിൻ്റെ. ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് മാത്രം മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫൊക്കെ കംപ്ലൈൻ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വെള്ളം കെട്ടിക്കിടക്കാണ്ട് നോക്കണം. നീർവാഴ്ചയുള്ള പോട്ടിംഗ് മിക്സ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അടുത്തൊരു പ്ലാന്റ് വെറൈറ്റിയാണ് അലോക്കേഷ്യ വാട്സോണിയാന. കടും പച്ച മുതൽ നല്ല ബ്ലാക്ക് കളറിലേക്ക് ഇതിൻ്റെ ലീഫുകൾ മാറും കേട്ടോ. നല്ല വലിപ്പം ഉണ്ടാവും ഇതിൻ്റെ ലീഫിന്. നല്ല സോഫ്റ്റ് ആയിരിക്കും. മണ്ണ് എപ്പോഴും ഈർപ്പമുള്ളതായിരിക്കണം കേട്ടോ ഇതിൻ്റെ. ഇനി അടുത്തൊരു പ്ലാന്റാണ് അലോക്കേഷ്യ ലോട്ടർ ബച്ചിയാന, അലോക്കേഷ്യ പർപ്പിൾ സോഡ് എന്നൊക്കെ അറിയപ്പെടും. നല്ല നേർത്ത ലീഫുകളാണ് കേട്ടോ. ഏകദേശം ഒരു വാളിൻ്റെ രൂപത്തിലുള്ള ഒരു ലീഫുകളാണ് ഇതിൻ്റെത്. ഈ പ്ലാന്റ്സിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാൻ പാടില്ല. ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലീഫുകളുടെ ഭംഗിയൊക്കെ ഒന്ന് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇലകളൊക്കെ കരിഞ്ഞു പോകാനും കേടുവരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റുള്ള സ്ഥലങ്ങളിൽ മാത്രം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു കോംബോ ആവശ്യമുള്ളവരൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ഗാർഡനിങ്. താങ്ക്